ഒരാൾ ഒരു പ്രസംഗത്തിനിടയിൽ ആവശ്യമില്ലാതെ എന്തോ ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ നമുക്കങ്ങനെ തരീഖത്തിലെ ശേഖന്മാരും ഇമാമിങ്ങളൊന്നും വേണ്ടാന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇടയാളന്മാർ വേണ്ട, അർച്ചനോണ്ടാണ് നേരത്തെ പറഞ്ഞാൽ പോരെ വിഷയം. അങ്ങനെയാണോ ഇസ്ലാം? ഇല്ല, അൽഹംദുലില്ലാ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചോദിക്കുകയാണ്, ഇടത്തേട്ടം അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരു ഇസ്ലാം ഉണ്ടോ എന്ന്. ഇടയാളന്മാരെ വെച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. സഖാഫി, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം അങ്ങനെയാണ്, നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാം മതത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. സൂറത്ത് ജിന്നിലായത്താണ്. എന്താണ് പറയുന്നത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹാദ. അള്ളാഹുവിനോട് ഞാൻ നേരിട്ട് ചോദിക്കും എന്ന് പറയും നബിയെ, അതിലൊരാളെയും പങ്കാളികൾ ഉണ്ടാക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സഹായത്തിന് ചോദിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു കോപ്പിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നു. എന്താണ് ആ പരിപാടി? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പരിപാടി? വാസ്തവത്തിൽ അത് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾ റെക്കമെൻഡ് ചെയ്യാൻ. എന്താ റെക്കമെൻഡ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. വർഹംഹു, ഈ മയ്യത്തിന് കാരുണ്യം ചെയ്യണേ. വഅഫു അൻഹു, ഈ മയ്യത്തിന് വിട്ടുവീഴ്ച ചെയ്യണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു, അദ്ദേഹം ചെല്ലുന്ന സ്ഥലം നീ ആദരിക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് എത്ര കാര്യങ്ങളാണ് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആര്? മുഅ്മിനീങ്ങൾ. സഹോദരങ്ങൾ, എന്നിട്ട് ഇദ്ദേഹം തെളിവുണ്ടാക്കുകയാണ്. എന്താണ് തെളിവ്? മയ്യത്ത് ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കുന്നില്ലേ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല ആ മയ്യത്തിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ആ മയ്യത്തിന് വേണ്ടി പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് കാരുണ്യം നൽകണേ, അദ്ദേഹത്തിന് ആഫിയത്ത്, അവിടെ സുഖ സൗകര്യങ്ങൾ നൽകണേ ബർസഖിയ ലോകത്ത്, അതുപോലെ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, അദ്ദേഹത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കണേ. ആരോട് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്. എന്നിട്ട് അദ്ദേഹത്തിന് മയ്യത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യൂ? കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞതിന് ശേഷമോ 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് അതിന് മുകളിൽ പച്ച വിരിപ്പുണ്ടാക്കി, എന്നിട്ട് അവിടെ ഒരു വിരിയൊക്കെ വിരിച്ച്, എന്നിട്ട് അവിടെ ഒരു കെട്ടിപ്പൊക്കി ജാറുണ്ടാക്കി, എന്നിട്ട് ആ മയ്യത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്ത്? ഉപ്പാപ്പാ എൻ്റെ വിഷമങ്ങൾ തീർക്കണേ, എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ തീർക്കണേ, എനിക്ക് മാപ്പാക്കി തരണേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, അതുപോലെ എനിക്ക് ആഫിയത്തിന് നൽകണേ. ആരോട്? ആദ്യം ഈ മയ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആയിരുന്നു. എന്നിട്ട് അതിനെ കബറടക്കിയതിന് ശേഷം എന്ത് ചെയ്യും? ഇതേ മയ്യത്തിനെ വിളിച്ചിട്ട് സഹായം ചോദിക്കും, അഥവാ ദുആ ചെയ്യും. ഇതിന് തെളിവെന്ത്? ആ മയ്യത്ത് നമസ്കരിക്കുന്നില്ലേ എന്ന്. ഇതാണ് സമസ്ത മനസ്സിലാക്കിയ ഇസ്ലാം. എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ പാപ്പ. തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ. പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ. ഈ മജ്ലിസ് ഖബൂലാക്കണേ പാപ്പ. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 200 ആളുകൾ ഒരാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചാൽ, വേറൊരു റിപ്പോർട്ടിൽ 40 ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി എന്നാണ് ഹദീസിലുള്ളത്. അവരെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. സഹോദരങ്ങൾ കേട്ടല്ലോ, ഇത് എന്താണ് പറയുന്നുള്ളത്? ഒരാൾ മരണപ്പെടുകയും 40 ആളുകൾ അല്ലെങ്കിൽ 200 ആളുകൾ അല്ലെങ്കിൽ 40 ആളുകൾ ജനാസ നമസ്കരിക്കുകയും ചെയ്താൽ അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. എന്നാൽ ഇദ്ദേഹം ചില ഭാഗങ്ങൾ ഇവിടെ വിഴുങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട്? നമുക്കൊന്ന് പരിശോധിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. മാമിൻ റജുലു മുസ്ലിമുൻ യമൂതു ഫയഖൂമു അലാ ജനാസതി 40 റിജാലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ഫശഫഅഹുമുല്ലാഹു ഫീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസിൽ പറയാണ്, ഒരു മുസ്ലിം മരണപ്പെടുകയും ഷിർക്ക് ചെയ്യാത്ത 40 പേർ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുകയും ചെയ്താൽ അവരുടെ ശുപാർശ അല്ലാഹു ആ വിഷയത്തിൽ, അയാളുടെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടാതിരിക്കില്ല. അപ്പോൾ ഷിർക്ക് ചെയ്യാത്ത 40 ആളുകൾ എന്നുള്ളത് ഇത് വിഴുങ്ങി. കാരണം എന്തുകൊണ്ട്? സമസ്തയുടെ വിശ്വാസപ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഷിർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇലാഹ് അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇലാഹിനോട് മാത്രം ചോദിക്കേണ്ട, റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട, എന്ത് കാര്യം ആരോടും ചോദിക്കുക, ഒരു പ്രശ്നമില്ല, ഷിർക്കാവില്ല എന്ന് ഇവർ പഠിപ്പിച്ചെങ്ങനെ? ദൈവമാണെന്ന വിശ്വാസത്തോട് ചോദിക്കണം, ഇലാഹു ആണെന്നുള്ള വിശ്വാസത്തോട് ചോദിക്കണം. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകളാണ്. ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നു നിങ്ങൾ ആരോപിക്കുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താണ് പറഞ്ഞത്? ഷിർക്ക് നമസ്കരിക്കുന്ന എന്തായാലും ജോസഫും കുമാരനട്ടനൊന്നും വന്നിട്ട് നമസ്കരിക്കില്ലല്ലോ. നമസ്കരിക്കുന്ന ആളുകളിൽ 40 ആളുകൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഷിർക്ക് ചെയ്യാത്ത ആളുകൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുന്നു.
അപ്പോൾ സമസ്തയുടെ വാദം, പൊള്ളയാടെ വാദം ഇതിലൂടെ തന്നെ തെളിവ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇദ്ദേഹം പകുതി വാഴ വിഴുങ്ങി. ഇനി നോക്കൂ സഹോദരന്മാരെ, പേരോടിനെ പോലെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയും പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾക്ക്, സഹാബത്തിനോ താബീങ്ങൾക്കോ അത്ബാ താബീങ്ങൾക്കോ ഇങ്ങനത്തെ ഉള്ള കേൾക്കാത്തൊരു വാദവുമായിട്ട് കുറേ പുത്തൻ ആളുകൾ വരും. അത്തരം ആളുകളെ സൂക്ഷിക്കണമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പേരോട് തന്നെ പറയും, നമുക്കൊന്ന് കേൾക്കാം. ഖിയാമനാളാവുമ്പോൾ ആളുകളെ കബളിപ്പിക്കുന്ന ചില കക്ഷികൾ വരും, കദ്ദാബുന ഒരുപാട് കളവ് പറയും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി പറയാൻ നിങ്ങളെ പഴയ കാലത്തുള്ള മഹാന്മാരായ മാതാപിതാക്കളോ നിങ്ങളെ മുൻഗാമികളോ കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും. അവർ ഇയ്യാക്കും വയ്യാഹും അവരെ സൂക്ഷിക്കണം. ലായുദല്ലൂനക്കും അവർ നിങ്ങളെ പഴപ്പിക്കരുത്, വലായഫ്തിനൂനക്കും നിങ്ങളെ ഈമാൻ അവർ കളയരുത്, ഫിത്നയാക്കരുത്, അവരെ സൂക്ഷിക്കണം.